നാം പരിശ്രമിക്കുന്നില്ല. നമ്മുടെ കൂടെ ട്രാൻസ്ലേഷനുണ്ട്, നമുക്ക് മലയാളം പരിചയമുണ്ട്. 40 പേജോ 30 പേജോ 20 പേജോ എണ്ണമുള്ളതായ പത്രം എ മുതൽ Z വരെ വായിച്ച് പരസ്യം വരെ വായിക്കും. എന്നാലും ഖുർആൻ ഒരു പേജ് വായിക്കൂല. എന്തിനോട് അത്ര മനക്കെട്ട് വായിക്കുന്നത്? കാശ് കൊടുത്ത് വാങ്ങിയതാണ് പത്രം എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലേ? പരസ്യം വരെ വായിക്കുക, ഒന്നും ഒഴിവാക്കൂല. ആ സമയത്ത് ഖുർആന്റെ ഒരു പേജെങ്കിലും നിസ്കരിക്കാൻ പള്ളി കയറിയാൽ ഏറ്റവും നല്ല സന്ദർഭം അതാണ്. ഖുർആൻ ഓതാൻ 5 വക്ത് നമസ്കാരത്തിൽ നാം പള്ളിയിൽ പോകുന്നില്ലേ? മുമ്പോ പിമ്പോ ആയിട്ട് ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ഉപയോഗപ്പെടുത്തുക. നാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ശ്രദ്ധിച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് നിങ്ങൾ ഒരു നമസ്കാരത്തിന് മുമ്പിലും പിമ്പിലുമായിട്ട് ഓതിയാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ജ്യൂസ് ഓതി തീർക്കാൻ പറ്റും. ഒരു പ്രയാസമുള്ള കാര്യമൊന്നല്ല. നാം എന്ത് ചെയ്യുന്നു? ഇബ്ലീസ് നമുക്ക് വലിയ വൈറ്റുള്ള കാര്യമാക്കി തോന്നിപ്പിച്ച് തരികയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നാം പലപ്പോഴും മറന്നുപോയ കാര്യമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച എന്നും രാവിലെ 100 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന്റെ കസ്റ്റഡിയിലായ അവന്മാരി പൈശാചിക ശല്യം അവന് തട്ടുന്നതല്ല അന്നത്തെ ദിവസത്തിൽ. അതുപോലെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ അള്ളാഹുവിന്റെ ദൂതരുടെ കുടുംബമായ ബനൂ ഹാശിം കുടുംബത്തിൽപ്പെട്ടതായ 10 വ്യക്തി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർക്ക് മോചനം നൽകിയതായ വ്യക്തിയായി മാറി. എത്ര പ്രത്യേകത പറയുന്നത്! ഇത്രയും പ്രത്യേകതയുള്ളതായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം കേൾക്കുമ്പോൾ തന്നെ കുറേ സമയം വേണ്ടി വരുമെന്നൊക്കെ തോന്നിപ്പോകലാണ്. ഇല്ല, ആകെ 10-12 മിനിറ്റ് മതി. പതിവുള്ളവരോട് ചോദിച്ചാൽ അറിയാം, 10-12 മിനിറ്റേ വേണ്ടിയുള്ളൂ. ഈ ഒരു അമേരിക്കൻ ഫിലിം കാണാൻ 2.5 മണിക്കൂറില്ലേ? ചിലപ്പോൾ അതിലും കൂടുതൽ. അല്ലെങ്കിൽ ഗുസ്തി കാണാൻ 1.5 മണിക്കൂർ. ഇത് 10-12 മിനിറ്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. അന്നത്തെ ദിവസത്തിൽ അവൻ അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലായി മാറി. ഒരു പ്രയാസം നേരിടാതെ അവന് അന്നത്തെ ദിവസത്തിൽ നല്ല മല പോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞ് പോലെയാക്കി മാറ്റാൻ അത് സഹായകരമായി മാറും. ഭൗതിക നേട്ടം പരലോകത്തിൽ പിന്നെ പറയേണ്ടതുമില്ല. നീണ്ട 4 കാര്യങ്ങൾ റസൂൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാപങ്ങൾ സമുദ്രത്തിൻ്റെ തിരമാലയെ പോലെ എണ്ണമുള്ളതാണെങ്കിലും മണൽത്തരികളെപ്പോലെ എണ്ണമുള്ളതാണെങ്കിൽ പോലും ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള ഭാഗം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറയണം. 5 മിനിറ്റ് പരിശോധിച്ച് നോക്കുക. 5 മിനിറ്റ് നാം പരിശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നാം ടൈമിന് വേണ്ടതുപോലെ വില നൽകാത്തത് കൊണ്ടും പരിശ്രമിക്കാത്തത് കൊണ്ടും വരുന്ന നഷ്ടങ്ങൾ